തൃശൂർ ജില്ലയിലെ താന്യം പഞ്ചായത്തിലെ പെരിങ്ങോട്ടുകരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് ആവണങ്ങാട്ടിൽ കളരി. ഏകദേശം 5000 വർഷം പഴക്കമുള്ള തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ താഴെ കണ്ട് പഴക്കം ആവണങ്ങാട് കളരിക്കുമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കുലത്തിലെ അവസാന കണ്ണിയായതിനാൽ പണിക്കർ വിവാഹിതനാവുകയും അതിൽ ഉണ്ണിത്താമനും കേളുണ്ണിയും പിറക്കുകയും ചെയ്തു. പിൽക്കാലത്ത് ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിച്ച് അദ്ദേഹം കാലധർമ്മത്തെ പ്രാപിച്ചു. പിന്നീട് ഉണ്ണിത്താമനും കേളുണ്ണിയും വിദ്യാഭ്യാസിക്കാനായി കുഞ്ചനല്ലൂർ ഭട്ടതിരിപ്പാടിന്റെ അടുക്കലെത്തുകയും വിദ്യാഭ്യാസം തുടങ്ങുകയും ചെയ്തു. മഹാമാന്ത്രികനും വിഷ്ണുമായ ഉപാസ്യനുമായ ഭട്ടതിരിപ്പാടിന്റെ സേവയിൽ 390 ചാത്തന്മാർ കൂടിക്കൊണ്ടിരുന്നു. കുഞ്ചനല്ലൂരിന്റെ പിന്നീടുള്ള തലമുറയിൽ ആർക്കും ആ സിദ്ധിയിൽ വേണ്ടത്ര അറിവില്ലായിരുന്നു. അതുകൊണ്ടില്ല നശിക്കാൻ തുടങ്ങി. അങ്ങനെ ഭട്ടതിരിപ്പാട് ഉണ്ണിത്താമനും കേളുണ്ണിക്കും എല്ലാ അറിവും അവരെ പഠിപ്പിച്ച ശേഷം അന്ന് ആവണങ്ങാടിലെ മൂർത്തിയായ ഗണപതിയെ കുഞ്ചനല്ലൂർക്ക് നൽകണമെന്ന് ഭട്ടതിരിപ്പാട് ആവശ്യപ്പെട്ടു. ഈ വ്യവസ്ഥയിൽ അവർ സമ്മതം മൂളുകയും ചെയ്തു. അങ്ങനെ ഭട്ടതിരിപ്പാടിന്റെ ഗ്രന്ഥങ്ങളും താളിയോലകളും അവിടെ വെച്ച് കൈമാറുകയായിരുന്നു. പിന്നീട് ആവണങ്ങാട് ഗണപതി കുഞ്ചനല്ലൂർ ഗണപതി ആവുകയും കുഞ്ചനല്ലൂരിലെ 390 ചാത്തന്മാർ ആവണങ്ങാട് ചാത്തന്മാരാവുകയും ചെയ്തു. അങ്ങനെ എല്ലാ തന്ത്രവിധികളും വിഷ്ണുമായെയും 390 ചാത്തന്മാരെയും ആവണങ്ങാടിൽ പ്രതിഷ്ഠിച്ചു. സൂര്യചന്ദ്രന്മാർ സ്ഥിതി ചെയ്യുന്ന കാലമെന്നും വിഷ്ണുമായ ചൈതന്യം ഈ തറവാട്ടിൽ ഉണ്ടായിരിക്കണം എന്ന കാരണത്താൽ പണിക്കരിൽ മൂത്തയാൾ സമാധിയാവുകയും തന്നെ ചാത്തന്മാരിൽ ഒരാളായി സമർപ്പിക്കുകയും ചെയ്തു. പിന്നെ ആവണങ്ങാട്